സുഹൃത്തുക്കളെ, കേരള സർവീസ് റൂളിലെ പെൻഷൻ വിഭാഗമാണ് ഈ വീഡിയോയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെൻഷനെ സംബന്ധിച്ചിട്ടുള്ള ഏറെക്കുറെ വിവരങ്ങളും ഇതിനകത്തുണ്ട്. കൃത്യമായി എല്ലാ എംപ്ലോയീസും ഇത് ടെസ്റ്റിനു വേണ്ടിയായാലും അല്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, കമ്മ്യൂണിറ്റി പെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പെൻഷൻ എത്ര തരമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്നതാണ്. നോക്കാം. Question number 101. When contributory pension came into existence in Kerala and in which order? Answer: from 1st April 2013 as per GOP number 136/2013 bar fin dated 16th March 2013. Next question 102. Now, that is as per 10th Pervision Commission, minimum pension is answer 8,500. And next question 103. Maximum pension is 60,000. ഇവിടെ മാക്സിമം പെൻഷൻ 60,000 അതായത് മാക്സിമം സാലറി 1,20,000 അതിന്റെ പകുതിയാണ് 60,000. പക്ഷേ നേരത്തെ പറഞ്ഞ മിനിമം പെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളം 16,500 ഫിക്സ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസിന്റെ ശമ്പളം ഇവിടെ കണക്കാക്കുന്നില്ല. അല്ലാതെ 16,500 രൂപയാണ്. അതിന്റെ പകുതി അല്ല 8,500. അതിലൊരു 280 രൂപ കൂട്ടി 8,500 രൂപ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ മാക്സിമം പെൻഷൻ എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അതായത് 1,20,000 പകുതി. ഏറ്റവും കൂടിയ ശമ്പളം 1,20,000 പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മറക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 103. പെൻഷൻ ഇൻക്ലൂഡ്സ് ആൻസർ ബേസിക് പെൻഷൻ, ഡിയർനെസ് റിലീഫ് ആൻഡ് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് 300 രൂപയാണ്. ഡിയർനെസ് റിലീഫാണ് പെൻഷൻകാർക്ക് കൊടുക്കുന്നത്, DA അല്ല. DAക്ക് ഇക്വലന്റ് ആണ് ഡിയർനെസ് റിലീഫ്. ക്വസ്റ്റ്യൻ നമ്പർ 104. കാൽക്കുലേഷൻ ഓഫ് ഫാമിലി പെൻഷൻ. ആൻസർ 30% ഓഫ് ലാസ്റ്റ് സാലറി നോട്ട് ലെസ് ദാൻ 8,500. അതും പിന്നെ ഡിയർനെസ് റിലീഫും DR ഈസ് ഇക്വലന്റ് ടു DA. എന്നിട്ട് മെഡിക്കൽ അലവൻസും കൂടി ചേർന്നതാണ് ഫാമിലി പെൻഷൻ. Question number 105. When pension and family pension is distributed? Answer: first day of every month. അതായത് ഓരോ മാസവും അഡ്വാൻസ് ആയിട്ടാണ് പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും പെൻഷൻ വിതരണം ചെയ്യുന്നത്. Question number 106. What is the period of bar service period? Answer: 3rd September 1939 to 1st April 1946. ഇത് 2ാം ലോകമഹായുദ്ധ കാലമാണ്. ആ സമയത്ത് സർവീസിൽ ഉണ്ടായിരുന്നവർക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത്. ഇപ്പോൾ ഇത് പ്രസക്തമല്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. Question number 107. Maximum bar service is to be considered for calculating pension. Answer: 10 years of bar service. ഇവിടെ 25 വയസ്സിന് ശേഷമുള്ള 10 വർഷ ബാർ സർവീസാണ് കണക്കാക്കുന്നത്. അതായത് LLB ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പോസ്റ്റിന് മാത്രമേ ഈ സർവീസ് കണക്കാക്കത്തുള്ളൂ. Question number 108. When Kerala government employees retirement age is raised from 55 to 56. Answer: April 1st, 2012. Question number 109. Retirement age of High Court judge is. Answer: 62. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ശ്രദ്ധിക്കുക. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ്. നെക്സ്റ്റ് 110. When ex gratia pension came into existence? From October 1st, 1999 as per GOP number 1851/99 fin dated 18 September 1999. എക്സ് ഗ്രേഷ്യ പെൻഷൻ എന്ന് പറഞ്ഞാൽ
സർവീസ് പെൻഷന് അർഹതയില്ലാത്തവർ, അതായത് 10 വർഷത്തെ സർവീസ് തികയ്ക്കാത്തവർ, അതിൽ കുറവുള്ളവർക്കാണ് എക്സ്ഗ്രേഷ്യ പെൻഷൻ അനുവദിക്കുന്നത്. ഈ എക്സ്ഗ്രേഷ്യ പെൻഷൻ 2014 വരെ DR, അതായത് ഡിയർനെസ് അലവൻസ് കൂട്ടില്ലായിരുന്നു. അപ്പം ബേസിക് പേ മാത്രമായിരുന്നു 99 മുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ബേസിക് പേയും DR എന്ന് വെച്ചാൽ ഡിയർനെസ് റിലീഫും കൂടി ചേർത്താണ് അനുവദിക്കുന്നത്. ഫാമിലി പെൻഷനും ജൂലൈ 1, 2014 മുതൽ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. Question number 111. What is the period up to which anticipatory pension shall be paid? Answer: for 6 months, but can be extended by the audit officer for such period as he may consider necessary. ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ സാധാരണ 6 മാസമാണ് കൊടുക്കുന്നത്. എന്നാൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ അത് കൂട്ടി നൽകാൻ ഓഡിറ്റ് ഓഫീസർക്ക് അധികാരമുണ്ട്. Question number 112. Retiring pension is also known as. Answer: വോളണ്ടറി റിട്ടയർമെന്റ്. അതായത് വോളണ്ടറി റിട്ടയർമെന്റ് ഒരു വ്യക്തി എടുക്കണമെന്നുണ്ടെങ്കിൽ 20 വർഷം ക്വാളിഫയിങ് സർവീസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 113. A junior superint is put in full additional charge of a senior superint. His charge allowance can be claimed. Answer: as part of regular salary bill of non-gazetted officers without any authorization. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. ഹൗ ടു കാൽക്കുലേറ്റ് പെൻഷൻ. എങ്ങനെയാണ് നമ്മുടെ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. അവസാനത്തെ 10 മാസത്തെ സാലറി എടുക്കുക, അതിൻ്റെ ആവറേജ്, അതായത് 10 മാസത്തെ സാലറി ആഡ് ചെയ്തിട്ട് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് ആവറേജ് ഇമോളിമെന്റ്സ്. അതിൻ്റെ പകുതി എന്നിട്ട് എത്ര വർഷമാണോ സർവീസ് ചെയ്തത് ആ വർഷം കൊണ്ട് ഗുണിക്കുക. അങ്ങനെ കിട്ടുന്ന സംഖ്യയെ 30 കൊണ്ട് ഭാഗിക്കുക. അങ്ങനെ കിട്ടുന്ന സംഖ്യയാണ് പെൻഷൻ. ഞാൻ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നോക്കുക. അതായത് സൂത്രവാക്യം ഇതാണ്: ഹാഫ് ഇൻറ്റു AE ആവറേജ് ഇമോളിമെന്റ്സ് ഇൻറ്റു QS ക്വാളിഫയിങ് സർവീസ് ഡിവൈഡ് ബൈ 30. 10 മാസത്തെ ബേസിക് പേ എന്ന് പറയുന്നത് 4,50,000 രൂപയെന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഇമോളിമെന്റ്സ് 45,000 രൂപയായിരിക്കും. അയാൾക്ക് ക്വാളിഫയിങ് സർവീസ് 28 വർഷമുണ്ടെന്ന് കരുതുക. എങ്കിൽ പെൻഷൻ 45,000ന്റെ പകുതി, അതായത് ഹാഫ് ഇൻറ്റു 45,000, അതിനെ 28 വർഷം, അയാളുടെ ക്വാളിഫയിങ് സർവീസ് എന്ന് പറഞ്ഞാൽ 28 വർഷമാണ്. 28 വർഷം കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് കിട്ടുന്ന സംഖ്യയെ 30 കൊണ്ട് ഭാഗിക്കുക. അങ്ങനെ കിട്ടുന്ന പെൻഷൻ 21,000. ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടുന്നത് 21,000 രൂപയാണ് പെൻഷൻ. ഇവിടെ ക്വാളിഫയിങ് സർവീസ്, അതായത് 10 മാസത്തെ ബേസിക് പേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഫ്രാക്ഷൻ അതേപടി നിലനിർത്തും. എന്നാൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷനെ റൗണ്ട് ചെയ്യും. അത് 1 പൈസ ആയാൽ പോലും തൊട്ടടുത്ത തുകയിലേക്ക്, ഉയർന്ന തുകയിലേക്ക് റൗണ്ട് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 115. മാക്സിമം കമ്മ്യൂട്ടേറ്റീവ് വാല്യൂ ഓഫ് പെൻഷൻ. ആൻസർ: 40% ഓഫ് പെൻഷൻ എമൗണ്ട്. മാക്സിമം ഫോർ 12 years only. അതായത് നമ്മൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 40%, നമ്മൾ പെൻഷൻ വാങ്ങുന്നതിന്റെ 40% 12 വർഷത്തേക്ക്, മാക്സിമം 12 വർഷത്തേക്ക് കമ്മ്യൂട്ട് ചെയ്യാം. ഒരു വ്യക്തി 56-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ കമ്മ്യൂട്ടഡ് ഫാക്ടർ എന്ന് പറയുന്നത് 11.1 ആണ്. 11.1 എന്ന് പറയുന്നത് 57 വയസ്സിൽ കൊടുക്കുന്ന ഫാക്ടറാണ് ഈ 11 രൂപ 10 പൈസ എന്നത്. അതായത് ഒരാൾ റിട്ടയർ ചെയ്യുന്നത് 56-ാമത്തെ വയസ്സിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂട്ടഡ് ഫാക്ടർ അടുത്ത ബർത്ത്ഡേക്ക് ആയിരിക്കും, അതായത് 57-ാമത്തെ വയസ്സിലായിരിക്കും. 57 വയസ്സിന്റെ കമ്മ്യൂട്ടഡ് ഫാക്ടറാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ
കമ്മ്യൂട്ടേറ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഒരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ പെൻഷൻ 12,500 രൂപയാണെന്ന് കരുതുക. അതിൻ്റെ 40% എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അപ്പം ഈ 5,000 രൂപയെ 12 കൊണ്ട് ഗുണിക്കുക. അതായത് അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്യുന്നത് മാക്സിമം 12 വർഷമാണ് അനുവദിക്കുന്നത്. ആ 12 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് കിട്ടിയ ഫാക്ടർ, ഇവിടെ അദ്ദേഹത്തിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 11.1 രൂപയാണ്. അപ്പോൾ 11.1നെ തൊട്ടടുത്തുള്ള അതായത് മുഴുവൻ സംഖ്യയിലേക്ക് കൺവെർട്ട് ചെയ്യുക. അതായത് 12 ആയിട്ട് കണക്കാക്കുക. അങ്ങനെ വീണ്ടും 12 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ 7,20,000 രൂപ കിട്ടും. അപ്പം ഇതെന്ന് പറയുന്നത് ഈ 5,000 രൂപ കമ്മ്യൂട്ട് ചെയ്ത ഈ 5,000 രൂപ അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ മാസവും കിട്ടുന്ന പെൻഷനിൽ നിന്ന് കുറവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 വർഷം കുറവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ തുക പിന്നീടുള്ള പെൻഷന് ആഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 116, ഡിഫറെന്റ് കമ്മ്യൂട്ടഡ് ഫാക്ടേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, കാരണം ഇത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 55 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കമ്മ്യൂട്ടഡ് ഫാക്ടർ എന്ന് പറയുന്നത് 11 രൂപ 73 പൈസയാണ്. 56 11 രൂപ 42 പൈസ, 57 11 രൂപ 10 പൈസ, 58 10 രൂപ 78 പൈസ, 59 10 രൂപ 48 പൈസ, 60 10 രൂപ 13 പൈസ. അതായത് വർഷം കൂടുന്തോറും കമ്മ്യൂട്ടഡ് ഫാക്ടർ കുറഞ്ഞു വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 117, വാട്ട് ഈസ് റെഡ്യൂസ്ഡ് പെൻഷൻ? ആൻസർ, ബാലൻസ് എമൗണ്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 12,500 രൂപ ഉണ്ടായിരുന്ന വ്യക്തിക്ക് 5,000 രൂപ കമ്മ്യൂട്ട് ചെയ്തു. അപ്പൊ ആ 5,000 രൂപ കഴിച്ചതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 118, NRA from GPF may be sanctioned to an officer on completion of dash years of service. Answer, 10 years. Question number 119, casual leave is a dash leave. Answer, not recognized as leave. ഇവിടെ കാഷ്വൽ ലീവ് ഒരു ലീവുമായിട്ട് പരിഗണിച്ചിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 120, the maximum earned leave that can be accumulated in the case of part-time contingent employee will be dash days. Answer, 120 days. Question number 121, the liabilities of an employee, if not quantified and intimated before retirement, should quantified and intimated to him within a period of dash years. Answer, 3 years on becoming a pensioner. Question number 122, rule of compensation pension. Answer, rule 33 KSR part 3. കോമ്പൻസേഷൻ പെൻഷൻ അനുവദിക്കുന്നത് ഒരു പോസ്റ്റ് നിർത്തലാക്കുന്നതിലൂടെ അനുവദിക്കുന്ന പെൻഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 123, റൗണ്ടിംഗ് ഓഫ് ക്വാളിഫയിങ് സർവീസ്. റൂൾ 57 പാർട്ട് 3. ആൻസർ, ക്വാളിഫയിങ് സർവീസ് ഫോർ മിനിമം പെൻഷൻ ഈസ് 10 years. Qualifying service for minimum pension in the case of handicapped personnel 3 years. Qualifying service for full pension is 30 years. ഇവിടെ മിനിമം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേണമെങ്കിൽ 10 വർഷം പൂർത്തിയാക്കിയിരിക്കണം. അത് 9 വർഷവും 1 ദിവസവും ആണെങ്കിൽ പോലും 10 വർഷമായിട്ട് കണക്കാക്കും. ഹാൻഡിക്യാപ്ഡ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 3 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് സാധാരണ പെൻഷന് അർഹതയുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി 29 വർഷവും 1 ദിവസവുമാണ് സർവീസെങ്കിൽ അതിനെ 30 വർഷമായിട്ട് റൗണ്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125, മാക്സിമം പെൻഷൻ ഈസ് 60,000. ക്വസ്റ്റ്യൻ നമ്പർ 126, മിനിമം എക്സ്ഗ്രേഷ്യ പെൻഷൻ ഈസ് ₹2,550. ഈ വിഭാഗത്തിലുള്ള ഫാമിലി പെൻഷൻ 765 rupees ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 127, മാക്സിമം എക്സ്ഗ്രേഷ്യ പെൻഷൻ ഈസ് 7,650. ഈ വിഭാഗത്തിലെ ഫാമിലി പെൻഷൻ 2,295 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 128, പേഴ്സണൽ പേ മീൻസ്.
the pay sanctioned to solve loss in his substantive or officiating pay? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. Question number 129. The power to regulate the terms and conditions for the grant of compensatory allowance is vested with? Answer, the government. Question number 130. The title to hold a permanent post substantively means? Answer, lien. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Question number 131. One of the following is a non-qualifying service to grant an increment. What is it? A. Period of foreign service. B. Suspension period treated as LWA. C. Period of diasnon. D. LWA of 60 days without medical certificate in continuation of child adoption leave. Answer, suspension period treated as LWA. Question number 132. At the credit of a clerk, there is 3 late attendance at the end of a calendar year, but there is no casual leave for forfeit. What will do? Answer, disciplinary action shall be initiated. Question number 133. For getting charge allowance for full additional charge, the period should exceed dash. Answer, 14 working days. Question number 134. The rate of charge allowance when engaged to officiate in a higher post will be? Answer, 6% of the minimum of lower scale of pay. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. Number 135. Minimum rate of subsistence allowance should not be less than the minimum dash. Answer, HPL salary. Question number 136. If an officer under suspension dies, the period of suspension till the date of his death will be treated as? Answer, duty. Rule 56B(2) part 1st. Question number 137. Which item can be removed from the subsistence allowance without the consent of the employee? Answer, income tax. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. Question number 138. How long the house rent allowance and the city compensatory allowances are admissible to the subsistence allowance? Answer, 180 days. Question number 139. What is the leave salary admissible to leave not due? Answer, half pay leave salary. Question number 140. Extraordinary leave is the term used for? Answer, leave without allowance. Question number 141. Time scale of pay said to be identical if? Answer, minimum, maximum, period of increment and rate of increment of the two scales are identical. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിക്കുന്നതാണ്. Question number 142. A female recruit through PSC joined in service after 90 days of her delivery. What will be the amount of maternity leave to be granted to her? Answer, 90 days. Balance of 180 days. Question number 143. Account test lower is? Answer, an obligatory departmental examination. Rule 12(7) part 1. Question number 144. For fixation of pay as per Rule 28A part 1, KSR, an option has to be exercised by the promotee within a period of dash. Answer, 1 month. Question number 145. Half pay leave that can be accumulated in the leave accounts. Answer, no limit. ലിമിറ്റ് ഇല്ലാത്ത ഒരേ ഒരു ലീവാണ് ഹാഫ് പേ ലീവ്. Question number 146. Overtime allowance is classified as? Answer, honorarium. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. Question number 147. An allowance granted to meet personal expenses during the course of discharge of official duty is termed as? Answer, compensatory allowance. Question number 148. Which statement of the following is correct if the promotion post is on the same scale of pay? Answer,
Pay fixed adding an advance increment. B. Pay fixed applying Rule 28A. C. Pay fixed applying Rule 30. D. Pay fixed applying Rule 28. Answer. Pay fixed adding an advance increment. Rule 41 of 9th Prohibition Order. Question number 149. For regular promotions from time-bound higher grade to post carrying same or higher time scale, which fixation rule is applied? Answer. Rule 30. Question number 150. Lean means the title of an officer to hold a dash post. Answer. Substantively a permanent. ഈ വീഡിയോയും ക്വസ്റ്റ്യനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.